ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സാലഡ് സിറപ്പാണ്. സാധാരണ എല്ലാവരും ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് ഐസ്ക്രീമിനകത്ത് ആഡ് ചെയ്താണ് കഴിക്കുന്നത്. ഇത് ഈ സിറപ്പിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു വലിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പൂ, ഒരു 5 ഏലക്ക, ഒരു ഗ്ലാസ് വെള്ളം, ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര, ഇത്രയൊക്കെ മതി. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അത് ചൂടായി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് വെച്ചിരിക്കുന്ന പട്ട എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട നന്നായിട്ട് വെള്ളം എല്ലാം ഒന്ന് തിളയ്ക്കണം. നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം അതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഇളക്കണം. കാരണം അടിയിൽ പിടിച്ചിട്ട് വേറൊരു മണം വരും. അതിനാണ് അങ്ങനെ നന്നായി ഇളക്കേണ്ട ആവശ്യം. നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊരു കുറുകി വരും. ഇതൊന്ന് കുറുകി വരുമെന്ന് പറയുമ്പോൾ ഒന്ന് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടണം. ഒത്തിരി നൂല് പോലെ ആവരുത്. അങ്ങനെ ആയാൽ അത് കട്ടിയായിപ്പോവും. ഫ്രൂട്ട്സിനകത്ത് ഒഴിക്കാൻ അത്ര പാകമായിരിക്കത്തില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഒട്ടി വരുമ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിടുക. എന്നിട്ടത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഫ്രീസറിൽ വെക്കണ്ട, താഴത്തെ തട്ടിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനി ഇതിന് ചേർക്കുന്ന ഐസ്ക്രീമുണ്ട്. ഇതിനൊരു പ്രത്യേകം ഐസ്ക്രീമാണുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിലിടും. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.